പരിചയമില്ല. ഇവിടെ വന്നതിന് ശേഷം ഈ പ്രാവശ്യം വന്നതിന് ശേഷമാണ് ഞാൻ പരിചയപ്പെട്ടത്. വളരെ ജെന്റിലായ ഒരു മനുഷ്യൻ. എപ്പോൾ നോക്കിയാലും ഒരു പുഞ്ചിരി മുഖത്ത് സൂക്ഷിക്കുന്ന ഒരു നല്ല ജെന്റിലായിട്ടുള്ള ഒരു മനുഷ്യനെന്ന ഒരു ചിത്രമാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും. ആ പുഞ്ചിരി എപ്പോഴും നിലനിർത്താൻ അതിന് കാരണക്കാര് എനിക്ക് തോന്നുന്ന മക്കളും മരുമക്കളും കൊച്ചുമക്കളും തന്നെയാണ്. ഇപ്പോൾ ഗ്രേസൻ പറഞ്ഞതുപോലെ ഒരു വലിയ അംഗീകാരമാണ് അമ്മ കൊടുത്തത്. നീ നിന്റെ അപ്പനെ പോലെ ആയാൽ മതി എന്ന് പറയാൻ അത്ര ഗ്യാരണ്ടി ഉള്ള ഒരു അപ്പനായിട്ട് ജീവിക്കാൻ പറ്റുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മളൊക്കെ പലപ്പോഴും പല അമ്മമാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, നീ നിന്റെ അപ്പനെ പോലെ ആയേക്കരുത് എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. പക്ഷേ അത്രയ്ക്ക് ഉറപ്പിൽ ഈ അമ്മ പറയണമെങ്കിൽ അത്രയും നല്ല ജെന്റിലായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അത് മക്കൾക്കും അത് പകർന്നു കൊടുത്തിട്ടുണ്ട്. ആ മക്കളും അതുപോലെ അനുസരിച്ച് തന്നെയാണ് ജീവിക്കുക. ഇവരിവിടെ വന്നപ്പോൾ ഇങ്ങനെ ബർത്ത്ഡേ ആഘോഷിക്കുന്നുണ്ട് എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പ്ലാൻ ചെയ്തോയിരുന്നോ എന്ന് എനിക്കറിയത്തില്ല. ഇത് ഗ്രേസിൻ്റെയും ഡെന്നീസിൻ്റെയും ഒക്കെ ഒരു അടവായിരുന്നു എന്നെനിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട്. കാരണം ഇവർ ഈ അപ്പനെയും അമ്മയും കൊണ്ട് പല സ്ഥലത്തും കൊണ്ടുപോയി, പല രാജ്യത്തും കൊണ്ടുപോയി, പലയിടത്തും കൊണ്ടുപോയപ്പം അവരെല്ലാവരും ചോദിച്ചു, ചേട്ടനാണോ, ചേട്ടനും ഭാര്യയാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ എങ്ങനെയാണേലും അപ്പൻ്റെ വയസ്സൊന്ന് അറിയിച്ചിരിക്കണം എന്നുള്ളത് തോന്നൽ അവർക്ക് വന്നതുകൊണ്ടാണ് ഈ പോകാറായപ്പോഴെങ്കിലും ഇത് ആഘോഷിക്കണമെന്ന് തീരുമാനിച്ചത്. ഒരിക്കലും നല്ല ഒരു മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ കിട്ടി ഭാഗ്യവാനും ഭാഗ്യവതിയുമാണ് ഈ ദമ്പതികൾ. എനിക്കും ഇവരുടെ കുടുംബത്തിൻ്റെയൊക്കെ ഭാഗമാകാൻ പലപ്പോഴും പറ്റുന്നുണ്ട്. ഞാൻ കുർബാനയ്ക്ക് പോകുമ്പോഴും മറ്റ് കാര്യങ്ങൾ കെൻഡലിലും കുർബാനയ്ക്ക് പോകുന്നുണ്ട്. അവിടുത്തെ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുന്നത് ടെന്നിസനും കുടുംബവും. അതുപോലെ തന്നെ ഇവിടുത്തെ ആണെങ്കിലും പള്ളിയുടെ എല്ലാ കാര്യത്തിലും ഗ്രേസിനും കുടുംബവും വളരെ നന്നായിട്ട് സജീവമായിട്ട് സഹകരിക്കുന്നു. കൊച്ചുമക്കളൊക്കെ ആണെങ്കിലും വളരെ പക്വമായ മക്കളാണ് എല്ലാവരും തന്നെ. ആരും തന്നെ ഒരു കുറ്റം ആരോപിക്കാൻ പറ്റാത്ത കൊച്ചുമക്കളെയുമാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. അതെല്ലാം ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്, ദൈവകൃപയാണ്. അത് നിങ്ങൾ കാണിച്ച ജീവിത മാതൃകയും പ്രാർത്ഥനയുമാണ്. ഇനിയും നിങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും ദൈവം കൂടുതലായിട്ട് തരട്ടെ എന്ന് ആശംസിക്കുന്നു. കുര്യാക്കോസ് ചേട്ടന് 70ാമത്തെ ബർത്ത്ഡേയുടെ എല്ലാ മംഗളങ്ങളും ഹൃദയപൂർവ്വം ആശംസിക്കുകയും ചെയ്യാം. താങ്ക് യു. സൂപ്പർവൈസർ ട്രെയിനി ആയിട്ട് ജോയിൻ ചെയ്തപ്പോൾ എൻ്റെ ഷിഫ്റ്റിൽ വളരെ ചിരിച്ചു. അതിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ തലമുടിയൊക്കെ എണ്ണയൊക്കെ ഇട്ട് നല്ല കറുത്ത തലമുടി നല്ല വൃത്തിയായിട്ട് ഒരു സൈഡിലേക്ക് ചിരി എപ്പോഴും ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ കൂട്ടത്തിലാണ് ആദ്യമായിട്ട് ഞാൻ അവിടെ ജോലി എടുക്കുന്നത്. ചിരി എന്ന് പറയുന്നത് പുള്ളിക്ക് ഒരിക്കലും പുള്ളിയുടെ മുഖത്തൊന്നും മായാറില്ല. ഒരു കാര്യത്തിലും മക്കളും ഇപ്പം പറയുന്ന കൂട്ടുകാരികളൊക്കെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഞാൻ ആവർത്തിക്കുകയാണ്. ഒരിക്കലും ദേഷ്യപ്പെട്ടിട്ടുള്ള പുള്ളിക്കാരനെ ഞാൻ കണ്ടിട്ടില്ല. കുര്യാക്കോസിൻ്റെ മാഷിൻ്റെ കൂടത്തിലും പിന്നെ ഗ്രേസിൻ്റെ ഭാര്യയുടെ ടൈബിയുടെ അച്ഛൻ്റെ കൂടുതൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങളെല്ലാം ഒരുമിച്ച്, രണ്ടുപേരും കുര്യാക്കോസന്മാരാണ്. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്ത് പിന്നെ കുറേ ഷിഫ്റ്റിലായിരുന്നു മെയിനായിട്ട് ഞങ്ങൾ ജോലി ചെയ്തിട്ട്, രാത്രി ഷിഫ്റ്റിലൊക്കെ. അന്ന് ഞങ്ങൾ ഡ്യൂട്ടിക്ക് വരും, ഞാൻ പോയി എവിടെയെങ്കിലും താഴത്തെ ക്വാർട്ടേഴ്സ് കിടന്നുറങ്ങും. ഞങ്ങൾ ഷിഫ്റ്റ് വെച്ച് ഞങ്ങളിങ്ങനെ മാറി മാറി കയറി ഞങ്ങൾ ഒരുപാട് നല്ല ലൈഫ് ആ ഒരു കാലഘട്ടത്തിൽ എനിക്ക് ഓർമ്മിക്കാനുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് എനിക്ക് വളരെ അത്ഭുതമെന്ന് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രേസിനെയൊക്കെ പരിചയപ്പെട്ട് ഒരു പ്രാവശ്യം ഗ്രേസൻ കുര്യാക്കോസ് മാഷിൻ്റെ മോനാണെന്നൊന്നും എനിക്കറിയില്ല. അതിനുശേഷം ഇവർ നാട്ടിൽ വന്ന് വിസിറ്റ് ചെയ്തപ്പോൾ പുള്ളിക്കാരനെ ഇവിടെ വെച്ച് കണ്ട് അങ്ങനെ പരിചയപ്പെട്ടപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി. ഇതെന്താണ്, പിന്നെയും നമ്മൾ തമ്മിൽ ഭൂമി ഉരുണ്ടതാണെന്ന് പിന്നെ തെളിയിക്കുകയാണ്. എപ്പോഴും കണ്ടുമുട്ടാൻ ആൾക്കാർ പിന്നെയും നമ്മൾ കണ്ടുമുട്ടാൻ പ്രത്യേകിച്ച് രാജ്യങ്ങളിൽ സാഹചര്യങ്ങളൊന്നും വേണ്ടല്ലോ. എന്തായാലും ഈ സപ്തതി ആഘോഷിക്കുന്ന എൻ്റെ പ്രിയ സഖാവിന്, എൻ്റെ പ്രിയ കൊളീഗിന്, എൻ്റെ
എല്ലാ ആശംസകളും ഞാൻ നേർന്നുകൊള്ളുന്നു. ഒരു മിനിറ്റ്, എൻ്റെ വൈഫിനെ ഒരു മിനിറ്റ് വിളിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. ഒരു സെക്കൻഡ്. കുറ്റം പറയൊന്നുമില്ല, ചുമ്മാ പറയണല്ലോ. ഇതാണ് ഞങ്ങൾ തമ്മിൽ ജീവിതം. ഇപ്പോൾ 97 10 എത്രയായി? 28 വർഷം മുമ്പാണ്. അപ്പം നിങ്ങളാരും ഇവിടെ UK വന്നത് തീരുമാനിച്ചിട്ട് പോലുമില്ല. ആ ഒരു സമയത്താണ് ഞങ്ങൾ പരിചയപ്പെട്ടത്. ഞാനത് വൈഫിൻ്റെ ഒരു മിനിറ്റ് കൊടുത്തോട്ടെ. ഹലോ പപ്പ, മമ്മി. എനിക്കും ഇങ്ങനെ ഏതോ പ്രത്യേകിച്ച് പറയാനായിട്ട് ഒന്നും അറിയത്തില്ല കേട്ടോ. പെട്ടെന്ന് ഇങ്ങനെ വന്ന കാരണം ഒട്ടും പ്രിപ്പയർ ചെയ്തിട്ടില്ല. പിന്നെ എനിക്ക് ഗ്രേസിനും ചാൻഡിയുമായിട്ട് എന്തോ എപ്പോഴും ഞങ്ങൾ വിളിക്കുകയൊന്നുമില്ല, പക്ഷെ എപ്പോഴും ഞങ്ങൾക്കൊരു അടുപ്പമുണ്ട്. എന്ത് കാര്യത്തിനാണെങ്കിലും അതൊരു സ്നേഹമാണ്. എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല. അതുപോലെ തന്നെ പപ്പായും മമ്മിയും എപ്പോൾ കണ്ടാലും മമ്മി എപ്പോഴും എന്നെ ആശയെന്ന് വിളിക്കുമ്പോൾ എപ്പോഴെന്തോ എനിക്കൊരു ഭയങ്കര ഒരു സ്നേഹം തോന്നുന്നു ഇതിനകത്ത്. ശരിക്കും ഇപ്പം കണ്ടപ്പോഴും മമ്മീനെ വിളിച്ചു ആശയെന്ന് വിളിച്ചിട്ട് കയ്യിലൊരു പിടിയുണ്ട്. അത് നമുക്ക് പറയാൻ അറിയത്തില്ല. നമ്മുടെ പേരൻസ് എല്ലാം നാട്ടിലല്ലേ, അതുകൊണ്ടാവാം നമ്മൾ കാണുന്നില്ല. അപ്പോൾ നമുക്ക് ഇവിടെ കാണുന്ന പേരൻസിനോടൊക്കെ അവർ നമ്മളെ ഒരു അടുപ്പത്തോടെ വിളിക്കുമ്പം നമുക്കൊരു സ്നേഹം തോന്നുമല്ലോ. പിന്നെന്താ പറയുക, അപ്പോൾ 70ാം ജന്മദിനം ആഘോഷിക്കുന്ന പപ്പ എല്ലാവിധ ആശംസകളും. എല്ലാ വർഷവും ഇവിടെ വരണം കേട്ടോ, ഞങ്ങൾ കാത്തിരിക്കും. ഞാൻ പെട്ടെന്നൊരു 2 ലൈൻ പാടാനൊന്നും അറിയത്തില്ല. എനിക്ക് മമ്മി പാടിയതുപോലെ ശ്രുതിയൊക്കെ പെട്ടെന്ന് മാറിപ്പോവും. ഓക്കെ. ആകമേ നിറഞ്ഞ സ്നേഹമാം മാധുര്യം ഒരു വാക്കിനാൽ തൊട്ടു ഞാൻ നൽകിയില്ല. നിറനീലരാവിലെ കാന്തതയിൽ നിൻമിഴിയിലെ നനവുപ്പി മായ്ച്ചതില്ല. എങ്കിലും നീ അറിഞ്ഞു എന്നിനവെന്നും നിന്നവറിയുന്നതായി, നിന്നെ തഴുകുന്നതായി. സോറി, ശ്രുതിയൊക്കെ മാറിപ്പോയി. ഇവിടെ സുനിയച്ചനും ഉൾപ്പെടെ മക്കളും ഉൾപ്പെടെ എല്ലാവരും യാഗോസിയേട്ടനെ കുറിച്ച് സംസാരിച്ചു. ഇനിയെങ്കിലും എന്നെ ഇതുപോലെ 2 വാക്ക് പറയാൻ അവസരം തരുന്നുണ്ടെങ്കിൽ ആദ്യം തരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാനും എൻ്റെ ജീവിതത്തിൻ്റെ ഒരു മാതൃക അല്ലെങ്കിൽ ഞാൻ കണ്ടു വളർന്നു എൻ്റെ ചെറുപ്പകാലഘട്ടങ്ങൾ മുതൽ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും നല്ല ഗുണങ്ങളുണ്ടെങ്കിൽ അത് കുര്യാക്കോസിൻ്റെ കൂടെ കൂട്ടുകൂടിയതാണ് എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുകയാണ്. ഞാനിവിടെ വന്നപ്പോൾ ഗ്രേസി ചേച്ചിയോട് ചോദിച്ചു, കുര്യാക്കോസിനെ കുറിച്ച് എന്നാ പറയേണ്ടത്? ജോർജ് നന്മയൊന്നും പറയണ്ട, കുറ്റം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളാനാണ് കുര്യാക്കോസിൻ്റെ കേക്കെ പറഞ്ഞത്. അതുപോലെ തന്നെ ഗ്രേസിന് എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, കുര്യാക്കോസിന് 70 വയസ്സ് ആ ചടങ്ങാണോ നടക്കുന്നതോ നിൻ്റെ 70 ആണോ എന്നോട് ഞാൻ ചോദിച്ചു. കാരണം നമ്മളെല്ലാവരും കാണുമ്പോൾ അല്ലെ, എൻ്റെ 45 വർഷക്കാലം കുറുമുള്ളൂർ കരയിലേക്ക് കുര്യാക്കോസ് കടന്നു വന്ന കാലഘട്ടത്തിൽ കുര്യാക്കോസ് ചേട്ടനും ഞാനും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ലൂക്കാച്ചൻ ഇന്ന് ഞങ്ങളിൽ നിന്നൊക്കെ വേർപെട്ടു പോയി. ഞങ്ങൾ 3 പേര് ഒരു കുറുമുള്ളൂരിനൊരു മാറ്റം വേണം, അല്ലെ കുറുമുള്ളൂരിൻ്റെ ഇന്നത്തെ ഈ അവസ്ഥയിൽ നിന്നൊരു മാറ്റം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രായത്തിനൊക്കെ അതീതമായി ടീം വർക്ക് ചെയ്തൊരു കാലഘട്ടം ഞാൻ ഓർക്കുകയാണ്. രാഷ്ട്രീയത്തിലായാലും സമുദായത്തിലായാലും സഭയിലായാലും കുര്യാക്കോസിന് ഒരു കഴിവുണ്ട്, ഒരു പ്രാപ്തിയുണ്ട്. ഇന്നും ആ കുര്യാക്കോസിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഓരോ വർഷം ചെല്ലും തോറും നമ്മളൊക്കെ പ്രായത്തിൻ്റെതായ ചുളുപ്പും ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ കുര്യാക്കോസ് മിടുക്കനായിട്ട് ചെറുപ്പക്കാരനായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണുന്നത്. അത് നിഷ്കളങ്കതയുടെ, സത്യസന്ധതയുടെ, ആത്മാർത്ഥതയുടെ ഒരു മനസ്സായതുകൊണ്ടാണ് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. തന്നെയല്ല, ഗ്രേസി ചേച്ചിയുമായിട്ട് ചെല്ലുമ്പോൾ പറയും, നീ മിണ്ടായില്ല ജോർജ്, നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടരുത്, നീ അങ്ങനെയൊന്നും പറയരുത്. എപ്പോഴും സമാധാനം തരുന്ന ഒരമ്മ, അങ്ങനെ വേണേൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇവിടെ എല്ലാവരും പറഞ്ഞു, ഗ്രേസും പറഞ്ഞു, ജെൻസും പറഞ്ഞു, ഇവരെല്ലാം പറഞ്ഞു ഞങ്ങൾ കള്ളു കുടിക്കുന്നില്ല, ഞങ്ങൾക്ക് തന്ന മാതൃക. തീർച്ചയായും ഒരു 48 വയസ്സ് വരെയും ഞാൻ ഒരു തുള്ളി കള്ളു കുടിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ
അത് കുര്യാക്കോസുമായിട്ടുള്ള ഇടപെടൽ കൊണ്ട് മാത്രമാണെന്ന് അസന്നിഗ്ധമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്നിലൂടെ എന്തെങ്കിലും സാമൂഹിക പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ എന്നെയും കൊണ്ട് എന്തെങ്കിലും ആത്മാർത്ഥമായിട്ട് ഈ സമൂഹത്തിന് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ കുര്യാക്കോസും ഞാനും തമ്മിലുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് തന്നെയാണ്. തീർച്ചയായും 4-5 മണിക്കൂറോളം ഡ്രൈവ് ചെയ്ത് ഇന്ന് ഇതിനു വേണ്ടി ഞാൻ വരാൻ സാധിച്ചത് ഞങ്ങൾ തമ്മിലുള്ള ഒരു ആത്മാർത്ഥമായ ബന്ധത്തിൻ്റെ കൂടെയാണ്. ഇത്രയൊക്കെ എല്ലാവരും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ നിങ്ങളെ ആരെയും ഈ ദീർഘമായി ഒന്നുമില്ല, ഈ കുടുംബവുമായിട്ട് കുര്യാക്കോസിൻ്റെ ഫാദറിനെ എനിക്കറിയത്തില്ല, അമ്മ, ജ്യേഷ്ഠൻ, അതിലൊക്കെ ചേച്ചിയുടെ ഫാമിലി, ഇവരൊക്കെ ആയിട്ട് ഇവിടെയെല്ലാം ഞാൻ ഹൈറേഞ്ചിലും പരമകുത്തും ഒക്കെ ഒരു കുടുംബത്തിൻ്റെ അംഗം എന്ന നിലയിൽ പോകുവാനും പല കാര്യങ്ങളിൽ സംബന്ധിക്കുവാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. ആരെ എൻ്റെ നല്ല പ്രായത്തിൽ ഏത് പെണ്ണുങ്ങളെ കെട്ടാലും ഗ്രേസിൽ പറയും നീ കെട്ടിക്കോളൂ. അതൊന്നും ഒത്തിട്ടില്ല. അവസാനമായിട്ട് കുര്യാക്കോസിന് എനിക്ക് പറയാനുള്ളൊരു കുറ്റം എന്ന് പറഞ്ഞ് കുര്യാക്കോസിന് ഞാൻ കല്യാണക്കാരിയൊക്കെ ആലോചിച്ച് വന്നപ്പോൾ എനിക്ക് ഇന്ന് എൻ്റെ ഭാര്യയെ കൂടി തന്ന കുര്യാക്കോസാണ്. അതുകൊണ്ട് പല സന്ദർഭങ്ങളിലും എനിക്ക് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിക്കുന്ന നന്മകളുണ്ട്, ഒത്തിരി നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ പോലും അറിയാമല്ലോ ചില കല്ലുകടിയൊക്കെ ഉണ്ടാകുമ്പോൾ പലപ്പോഴും ഭാര്യ പറയുന്നുണ്ട് കുര്യാക്കോസിനെ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ രണ്ടെണ്ണം കൊടുക്കാമെന്ന്. ആകെ കുര്യാക്കോസിനെ പറ്റി കുറ്റം പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഭാര്യ മാത്രമേ ഉള്ളൂ. ഏതായാലും ഏറ്റവും വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. കുര്യാക്കോസ് ചേട്ടൻ, ഗ്രേസ് ചേച്ചി, ഈ കുടുംബാംഗങ്ങൾ, നിങ്ങളോടുള്ള എൻ്റെ കടപ്പാട് കുര്യാക്കോസ് ഇല്ലാതെ ഒരു കാലഘട്ടത്തിൽ ഞാൻ ജീവിച്ചു വരുമ്പോൾ മാത്രമേ ഇപ്പോൾ അല്പം വൃത്തികളൊക്കെ കാണിക്കാറുള്ളൂ. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ഞാനും 48 പേരെയും കണ്ടുപിടിച്ചിട്ടില്ല. ആ കുര്യാക്കോസ് ചേട്ടനും ഈ വേദിയിൽ ഇപ്പം ഇവിടെ വരുവാനും ഈ ചടങ്ങിൽ പങ്കെടുക്കുവാനും എന്നെ സംബന്ധിച്ചുള്ള ഞാൻ വീണ്ടും പറയുന്നു, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന ഒരു ദിനമായിട്ട് മാത്രമാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഇതിൽ പങ്കെടുക്കുവാനും എന്നെ ക്ഷണിച്ച നിങ്ങളുടെ മക്കളോടും കുടുംബത്തോടും ഇതിനോട് നന്ദി പറയുന്നത് ഒരിക്കൽ കൂടി കുര്യാക്കോസിനും എൻ്റെ എല്ലാവിധ ജന്മദിനാശംസകളും സ്നേഹവും നടന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.